ഹായ് ഗൈസ്, വെൽക്കം ടു ചില്ലി കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പാലട പായസമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് എങ്ങനെ പായസം തയ്യാറാക്കാൻ നോക്കാം. കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ പാലട പായസം ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം പഞ്ചസാര ഇടുക. ആ പഞ്ചസാരയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് മെൽട്ടാവാനായിട്ട് വെക്കാം. മധുരം കുറവ് വേണ്ടിയവർക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് കൊടുക്കുക. പക്ഷേ പാലട പായസം ആകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇനി ഈ പഞ്ചസാര ഒരു ബ്രൗൺ കളറാവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പാക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ പാലട മിക്സാണ്. അത് വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കാത്തത് കാരണമാണ് ഞാൻ കുറച്ച് അധികം പഞ്ചസാര എടുത്തത്. മധുരം ഒന്ന് മുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പാലട മിക്സ് നമ്മളെ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം. ഇളക്കി കൊടുക്കണം. അടുപ്പത്തിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോവരുത്, അടിക്ക് പിടിക്കും. അപ്പോൾ ആ പാലിൽ കിടന്നിട്ട് നമ്മൾ അടയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അത് വെന്ത് വരുമ്പോൾ നമ്മളെ പായസം കുറുകി ഇങ്ങനെ വരും. ആ സമയത്ത് നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നാടൻ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പം നമ്മളെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ പാലട പായസം ഒന്ന് തണുക്കാനായിട്ട് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ആ കുറുകി വന്ന പായസം 2 പപ്പടവും 2 പഴമൊക്കെ ഇട്ടിട്ട് നമ്മളെ കുറുകി വന്ന പാലട പായസം കൂടെ ഒഴിച്ചിട്ടൊരു പിടുത്തുണ്ട്. ആഹാ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളി. ബായ്.